നെയ്യാറ്റിൻകര സെൻട്രൽ പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഞങ്ങൾക്ക് ഒരു ടൈം വർക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ സ്നേഹ കൂട്ടായ്മയ്ക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഞാൻ നെയ്യാറ്റിൻകര സെൻട്രൽ ശുശ്രൂഷിക്കുക വന്ന നാൾ മുതൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകി, പ്രത്യേകിച്ച് അച്ഛൻ സെൻറ്റ് പോൾസ് ഇടവകയിലായിരുന്ന സമയത്ത് കോവിഡിന് ശേഷം അച്ഛന് എല്ലാ ദിവസവും ഈ മൊബൈലിൽ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ നടത്തുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മാസം കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു അവസരം ലഭിച്ചു. അന്ന് മുതൽ അച്ഛൻ ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഇടവക ജനങ്ങൾക്കും ആ സെൻട്രലിലുള്ളതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കും ഒത്തിരി ഉപകാരം ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനമാണ്. ഞങ്ങളുടെ നാട്ടിൽ അച്ഛനെ വിളിക്കുന്ന പേര് ഷാജി അച്ഛനാണ്, തേക്കാട്ടിലെ അച്ഛൻ. പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ പിതാക്കന്മാർ അച്ഛന്മാരും ഞങ്ങളുടെ ഈ ഉമ്മയാറ്റിയ ഇടവകകളിൽ, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പ്രതിനിധിയായി നിൽക്കുന്നതായിട്ടുള്ള തൈമറോവിലെ ശാലയും ഇടവകയുടെ ആദ്യ വികാരിയും കൂടെയാണ്. അത്തരത്തിലുള്ള ഒരു ബന്ധം ഞങ്ങളുടെ ഈ നാളുകളിൽ പുലർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഈ ഇടവകയിൽ 2018 ശേഷം, വെള്ളപ്പൊക്കത്തിന് ശേഷം ശ്രേയസിൻ്റെ ആ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കത്തിൽ അതിജീവനം നടത്തിയതായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ആ നാടുകളിൽ കേൾക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. സാധു കൊച്ചുദേശിയുടെ പ്രവർത്തന ഇടം, ജന്മദേശം എന്നൊക്കെ അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു ഇടമാണത്. ഞാൻ എട്ടിക്കുഴൂരെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ അടുത്ത് ഉദുമൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ പ്രദേശങ്ങളിൽ ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ അവരുടെ നാവുകളിൽ പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി ആ പ്രദേശത്തുള്ള ഗാന്ധിയുടെ പ്രദേശങ്ങളിലൊക്കെ കടന്നു വന്നതായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ. അതുപോലെ ഞാൻ കീക്കുഴിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് വേട്ടമല പ്രദേശി ആ ദേശക്കാരനാണ്.